എന്നുടയോനേ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ. നിൻ ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെന്നെ കാക്കണമേ. ഒളിവായി നോക്കിടാതൻ്റെ കണ്ണുകളെ നീ കാക്കണമേ. വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ. എന്നധരങ്ങൾക്കെന്നും നീ കവലതായും നിൽക്കണമേ. എന്നുള്ളിൽ ദോഷം ചെയ്വാ ഉള്ള വിചാരമുദിക്കരുതേ. കർത്താവേ, നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ. സൗരഭ്യത്താൽ നിന്നയനീ ഇമ്പപ്പെടുത്താനിടവരണേ. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചീ ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക. എന്നുടയോനേ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ. നിൻ ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെന്നെ കാക്കണമേ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എത്രയും ആദരിക്കുന്ന ഈ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛൻ, അതോടൊപ്പം തന്നെ സഹവികാരിമാരായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഉപരിയായി സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പ അച്ഛൻ, ഈ ഇടവകയുടെ ഭാരവാഹികളായിരിക്കുന്നവരെ, പ്രത്യേകിച്ചും എൻ്റെ മുൻപിലിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എനിക്ക് എത്രയും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ ആമുഖമായി പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കുകൾക്കും ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുകയും വീണ്ടും ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരുവാൻ ഇടയായതിൽ സർവശക്തനായ ദൈവത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ഇടവയുടെ വികാരി ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛനും ഞാനും ഒരേ കാലഘട്ടത്തിൽ ഒരേ ക്ലാസ്സിൽ സെമിനാരി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വളരെ വിനയാന്വിതമായ പെരുമാറ്റവും സമർപ്പണ ബുദ്ധിയും അതിനേക്കാളുപരിയായി ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ഇവാനിയോസ് തിരുമേനിയുടെ ശിക്ഷണവുമൊക്കെയും ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും സ്നേഹത്തോടും തുടർന്നുള്ള നാളുകളിലും ആ സ്നേഹം പങ്കുവയ്ക്കുവാനുമൊക്കെയും ഇടയായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സ്നേഹപൂർവമായ ക്ഷണത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹവൈദികരായിരിക്കുന്ന കുര്യാക്കോസ് അച്ഛന്മാർ, അവരുടെയും സാന്നിധ്യമുണ്ട്, പ്രത്യേകമായ സന്തോഷം. പ്രിയമുള്ളവരെ, ധ്യാനം എന്നുള്ളത് ആത്മീക ജീവിതത്തിൻ്റെ ഉത്തുംഗമായ ഒരു ശൃംഗത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നതാണ്.
പല തലങ്ങളിൽ ധ്യാനത്തെ നമുക്ക് ക്രമീകരിക്കുവാൻ കഴിയും. പല തലങ്ങളിലുള്ള ധ്യാനത്തെ ക്രമീകരിച്ചിട്ടുള്ള ആചാര്യന്മാരുണ്ട്. അതിൽ ചാൻറ്റിങ് മെഡിറ്റേഷൻ ഉണ്ട്, ടെക്സ്റ്റുവൽ മെഡിറ്റേഷൻ ഉണ്ട്. അതിൽ പ്രകാരമാണ് നാം ഇന്നൊരു തിരുവചന ധ്യാനത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു തിരുവചനം എടുക്കുന്നു, അതിനെ കൂടുതൽ ആഴത്തിലേക്ക് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളോട് ചേർത്ത് നിർത്തി അതിനെ ചിന്തിക്കുന്നു. ഏറ്റവും മനോഹരമായ ധ്യാനം എന്നുള്ളത് ഇതിനും അപ്പുറമാണ്. നമ്മുടെ മനസ്സുകളെ ഈ സൃഷ്ടിയോടും പ്രപഞ്ചത്തോടും ഇതിനെ സൃഷ്ടിച്ച ദൈവത്തോടും വിലയം പ്രാപിച്ചുകൊണ്ട് മനസ്സിനെ അതിലേക്ക് ഒഴുക്കി കൊടുക്കുവാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ ധ്യാനം. ഒരു പക്ഷേ ആ ധ്യാനത്തിൽ ആത്യന്തികമായി സംഭവിക്കുന്നത് നിശബ്ദതയാണ്. ആ നിശബ്ദതയിലാണ് ധ്യാനം ആരംഭിക്കുന്നത്. പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണകളിൽ നാം പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു നിർത്തി അതിനെ ശിക്ഷണത്തിലാക്കി ഒരു പ്രത്യേക പോയിന്റിലേക്ക് ക്രമീകരിക്കുന്നതാണ് ധ്യാനം എന്നുള്ളത്. അത് തികച്ചും തെറ്റാണ്. മനസ്സിന് പലപ്പോഴും അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പോകുവാനുള്ള വല്ലാത്ത ഒരു ത്വരയുണ്ട്. അതുകൊണ്ട് തന്നെ ആചാര്യന്മാർ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് മനസ്സങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, നാം പരിണാമം പ്രാപിച്ചിട്ടുള്ളത് നമ്മുടെ ഹോമോസാപ്പിയൻസ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? നമ്മൾ കുരങ്ങിൽ നിന്ന് പരിണാമം പ്രാപിച്ചു എന്നാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം, ദ തിയറി ഓഫ് എവല്യൂഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കുരങ്ങിൻ്റെതായ സ്വഭാവ സവിശേഷത നമ്മുടെ മനസ്സുകളിലുമുണ്ട്. അതിനെ മങ്കി മൈൻഡ് എന്നാണ് പറയുന്നത്. കുരങ്ങിനെ ശ്രദ്ധിച്ചാൽ അറിയാം, അതെങ്ങും സ്വസ്ഥമായി ഇരിക്കുകയില്ല. അതേ ഒരു സ്വഭാവ സവിശേഷത അതിൽ നിന്ന് പരിണാമം പ്രാപിച്ചു വന്നിട്ടുള്ള നമ്മുടെ മനസ്സുകൾക്കുമുണ്ട്. അതൊരു പ്രത്യേകമായ തലത്തിൽ പലപ്പോഴും ക്രോഡീകരിക്കത്തില്ല. ആ തലങ്ങളിലേക്ക് അതിനെ സ്വതന്ത്രമായി വിട്ട് കുറച്ചു കഴിയുമ്പോൾ അത് തിരികെ വരും. അതൊരു ശ്രദ്ധയുടെ ഭാഗമാകും. അവിടെ നമ്മുടെ ധ്യാനം ആരംഭിക്കും. അതുകൊണ്ട് ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുള്ളവരോട് ആമുഖമായ ഒരു ചിന്ത, സെന്റ് മാസ്റ്റേഴ്സിന്റെ ചിന്തകളിൽ നിന്ന് ഒരു ധ്യാന ചിന്തയുണ്ട്. അവര് ശിലാധ്യാനം എന്ന് പറയുന്ന ഒരു ധ്യാനമുണ്ട്. അവർക്ക് ശിലാധ്യാനം, സ്റ്റോൺ മെഡിറ്റേഷൻ. എന്താണ് ശിലാധ്യാനം? എന്തിനേയും നമുക്ക് ധ്യാനിക്കുവാൻ കഴിയും. ഒരാൾ ഒരു മാർക്കറ്റ് പ്ലേസിൽ പോയിരുന്ന ആ ബഹളത്തിൽ പോയിരുന്നാൽ പോലും അയാൾക്ക് ധ്യാനിക്കാൻ കഴിയും. കാരണം അത് ജീവിതത്തിൻ്റെ ഒരു ക്രമീകരണമാണ്. ഏത് തലങ്ങളിലായിരുന്നാലും ധ്യാനിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആചാര്യന്മാര് തൻ്റെ ശിഷ്യന്മാർക്ക് ദീക്ഷ നൽകി കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കിന്റെ പേരാണ് കോൺ. കോൺ എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു വാക്ക് അവർക്ക് ഉപദേശിച്ചു കൊടുക്കും. അതാണ് അവരുടെ ജീവിതത്തിന് മുൻപോട്ടുള്ള വെളിച്ചം. അത്തരത്തിൽ ഈ ശിലാധ്യാനം എന്ന് പറയുന്ന ഒരു കല്ലിനെ കുറിച്ചുള്ള ധ്യാനമാണ്. ഈ ആചാര്യന്മാര്, സെന്റ് മാസ്റ്റേഴ്സ്, സെന്റ് ബുദ്ധിസ്റ്റുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നൂറ്റാണ്ടുകളായി, അനേക വർഷങ്ങളായി കാടിന്റെ അകത്തോ എവിടെയോ വളരെ കാഠിന്യമേറിയ ഒരു ശില അവിടെ നിന്ന് ഒഴുകി 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 മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നെത്തുമ്പോൾ അതിൻ്റെ ഉപരിതലം എത്രയോ മാർദ്ദവമുള്ളതാണ്. വളരെ കാഠിന്യമുള്ള ഒരു ശിലയുടെ ഉപരിതലം നാളുകൾക്ക് ശേഷം ഏറ്റവും പോളിഷ്ഡായി, ഏറ്റവും മാർദ്ദവമുള്ളതായിത്തീരും. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് നീ എത്രമാത്രം നിന്നെ തന്നെ പരുവപ്പെടുത്തിയിട്ടുണ്ട്? നീ നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് നിന്നെ തന്നെ എത്രമാത്രം പരുവപ്പെടുത്തിയിട്ടുണ്ട്? ഒരു കല്ലിന് തന്നെ തന്നെ പരുവപ്പെടുത്തുവാൻ കഴിയുന്നുവെങ്കിൽ മനുഷ്യ, എനിക്കും നിങ്ങൾക്കും എത്രമാത്രം നമ്മെ ഏറ്റവും മാർദ്ദവമുള്ളതായി സൂക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളെ അതിന് സഹായിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് ആമുഖമായിട്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനുള്ളത്. ഇതിൻ്റെ ആമുഖമാണ്. 1, ഞാൻ ആരാണ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇതൊരു അന്വേഷണത്തിന്റെ ഭാഗമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആചാര്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യവും ഇത് തന്നെയാണ്, ഞാൻ ആരാണ്. രണ്ടാമതായിട്ട്, ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ, ഞാൻ എന്തിനു വേണ്ടിയാണ്
1, ഞാൻ ആരാണ്. 2, ഞാൻ എന്തിനാണ്. 3, ഞാൻ എവിടെയാണ്. ഞാൻ എവിടെയാണ്? ഞാൻ പുതുപ്പള്ളി പള്ളിയിലാണോ? അല്ലല്ലോ. ഞാൻ എവിടെയായിരിക്കുന്നത്? നാം നമ്മുടെ ശരീരപ്രകാരം ഇവിടേക്ക് ഇരിക്കുന്നു, പക്ഷേ നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ്? 4, ഞാൻ എവിടേക്കാണ്. ഞാൻ എവിടേക്കാണ്? ഈ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ ശക്തമായി ഭരിക്കണം. 1, ഞാൻ ആരാണ്. 2, ഞാൻ എന്തിനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്. 3, ഞാൻ എവിടെയാണ്. 4, ഞാൻ എവിടേക്കാണ്. ഈ 4 ചോദ്യങ്ങൾ നമ്മുടെ ഈ ധ്യാന ചിന്തകളിലൂടെ, ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ കൂടിയാണ് ഈ ധ്യാനം എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം കടന്നു വരുന്ന ഈ 10 ദിനങ്ങൾ കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ്. പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് സഭ പ്രവേശിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പുതുക്കുവാൻ തക്കവണ്ണം, ലഭിച്ചിട്ടുള്ള നൽവരങ്ങളെ പുതുക്കുവാൻ തക്കവണ്ണമാണല്ലോ ഈ ദിനങ്ങൾ നാം കാത്തു സൂക്ഷിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, ജീവിതത്തിൻ്റെ പുതിയ ലക്ഷ്യങ്ങളെ മനസ്സിലാക്കുവാൻ, ജീവിതത്തിൽ ശക്തമായ ഉൾക്കാഴ്ചകളെ ലഭിക്കുവാൻ നമ്മുടെ ധ്യാനം, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ധ്യാനാത്മകമായ ജീവിതം, അതാണ് കറക്റ്റ്. മെഡിറ്റേറ്റീവ് ലൈഫ്. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ ഫെയ്ത്ത്, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ഇതൊരു ജീവിതത്തിൻ്റെ മാർഗമാണ്. അത് ജീവിതത്തിൻ്റെ മാർഗമാണ്. അത് കേവലം ഒരു വിശ്വാസത്തിൻ്റെ മാത്രം ഭാഗമല്ല. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സ്പർശിക്കുന്ന വിശ്വാസത്തിൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഹ്വാനത്തിൻ്റെ ഭാഗമാണ് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം. അതുകൊണ്ട് ഈ ആമുഖമായ ചിന്തകളെ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. ദൈവമായ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഈ ധ്യാന ചിന്തകളിലായിരിക്കുന്നു. അവിടെ നിന്ന് അടിയങ്ങളെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഞങ്ങൾ എവിടേക്കാണ്? ഞങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഞങ്ങളിപ്പോൾ എവിടെയാണ്? ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിൽ ജീവിതത്തെ പരുവപ്പെടുത്തുവാൻ ഒരു കല്ല്, കേവലം ഒരു സാധാരണ കല്ല് ഞങ്ങളോട് പറയുന്ന സാരാംശം, ഞാൻ എത്രയോ മാർദ്ദവമുള്ളതായി തീർന്നു. മനുഷ്യ, നീയും മാർദ്ദവമുള്ളവനായി തീരണം. അതിന് അടിയങ്ങളെ സഹായിക്കണമേ. ഈ ധ്യാനത്തിന് വേണ്ടി അടിയങ്ങളെ ഹൃദയങ്ങളെ ഒരുക്കണമേ. കടന്നു വന്നിട്ടുള്ള എല്ലാവരിലും പരിശുദ്ധാത്മ നൽവരം കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ. പരിശുദ്ധാത്മ കൃപയാൽ അടിയങ്ങളെ വഴി നടത്തണമേ. പോകേണ്ട വഴിയും ജീവിതത്തിൻ്റെ കാഴ്ചകളും അടിയങ്ങൾക്ക് പറഞ്ഞു തരണമേ. എന്നുടയോനേ, നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ. നിൻ ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെന്നെ കാക്കണമേ. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചീ ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക. കണ്ണുകൾ തുറന്ന് ഈ ധ്യാനത്തിലേക്ക് വീണ്ടും കടന്നു വരാം. ഒരു വേദഭാഗം ഒരുമിച്ചുള്ള ധ്യാന ചിന്തയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. വേദഭാഗം ഇതാണ്. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യം. ആരെങ്കിലും ഒന്ന് വായിക്കാമോ?
വേദഭാഗം ഇങ്ങനെയാണ്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഇതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ചിന്തയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. വേദഭാഗം ഒരിക്കൽ കൂടി വായിക്കുന്നു, ശ്രദ്ധിക്കുക. സദൃശവാക്യങ്ങൾ, പ്രോവർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 5. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. ഇതാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്സ്. നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ നീ യഹോവയിൽ ആശ്രയിക്കുക. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം ഏകദേശം കുറച്ചു പേർക്കെങ്കിലും അറിവുള്ളതായിരിക്കും. ഈ വേദഭാഗം എഴുതിയിട്ടുള്ളത് ആരാണ് എഴുതിയിട്ടുള്ളത്? ശലോമോന്റെ സദൃശവാക്യങ്ങൾ. ഈ വേദഭാഗം ശലോമോൻ തൻ്റെ മകനായിരിക്കുന്ന രഹബയാമിന് നൽകുന്ന നിർദ്ദേശമാണ് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം. ശലോമോന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാം, ശലോമോന്റെ പ്രാർത്ഥന. ഒരു രാജാവ് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിരുന്നു. സാധാരണ അധികാരത്തിലിരിക്കുന്ന ഒരാൾ അധികാരം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അധികാരത്തിന് വല്ലാത്തൊരു പ്രശ്നമുണ്ട്. അധികാരം തലയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നത്തിലാണ് കൊണ്ട് ചെന്ന് അവസാനിക്കുന്നത്. പിന്നെ കൂടെ നിൽക്കുന്നവരെ അറിയത്തില്ല, അർഹരായിട്ടുള്ളവരെ തിരിച്ചറിയത്തില്ല, പിന്നെ കരുണയില്ല, മനുഷ്യത്വമില്ല, ഒന്നുമില്ല. അതല്ലാതെയുള്ള ഭരണാധികാരികളൊക്കെ വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. പിന്നെ മതമായി, മതസ്പർദ്ധയായി. കാരണം തങ്ങൾക്ക് ഭരിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ആവശ്യമാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു ഭരണാധികാരി അല്ല ആര്? ശലോമോൻ. ശലോമോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നുള്ളത് ഈ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം എനിക്ക് അംഗബലം തരണമെന്നുള്ളതല്ല, എൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കണമെന്നുള്ളതല്ല, എനിക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കണമെന്നുള്ളതല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രയോ മനോഹരമായ പ്രാർത്ഥനയാണെന്നറിയാമോ? എന്താണ് ആ പ്രാർത്ഥന? ഈ ജനത്തെ ഭരിക്കുവാൻ തക്കവണ്ണം എനിക്ക് വിവേകം തരണം. ഈ ജനത്തെ ഭരിക്കുവാൻ തക്കവണ്ണം എനിക്ക് വിവേകം തരണം. ആ വിവേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തിയ ശലോമോൻ തൻ്റെ മകനായ രഹബയാമിന് നൽകുന്ന നിർദ്ദേശമാണ് ഈ വേദഭാഗത്തിൻ്റെ സാങ്കത്യം. പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. അതിന് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ശലോമോൻ പറയുന്നത് എങ്ങനെയാണ് യഹോവയിൽ ആശ്രയിക്കേണ്ടത്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, എങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? നമുക്കറിയാം, ജീവിതത്തിൽ ചില പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നമുക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ചില ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ചില വ്യക്തിപരമായ ചില കാര്യങ്ങളൊക്കെ നിവർത്തിക്കുവാൻ കഴിയുന്ന വ്യക്തികളുമായി സമീപിക്കും. ഇപ്പൊ തന്നെ നമുക്കറിയാം, ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മാറി നിന്ന നേതാക്കന്മാരുമായി ചില മാറി നിന്ന അണികൾ അവർ അധികാരത്തിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ ഓൺലൈൻ മീഡിയകളിൽ പോസ്റ്റുകളെ പ്രളയമാണ്, ആശംസകളെ പ്രളയമാണ്. അതുവരെ മാറി നിന്നവരൊക്കെ പിന്നീട് ഇതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. എന്താ കാരണം? കാര്യങ്ങൾ സാധിക്കുവാൻ, ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവരെ കൊണ്ട് ആവശ്യമാണ്. അതവർ തിരിച്ചറിഞ്ഞു. രണ്ടാമത്, അതുകൊണ്ട് സംഭവിച്ചില്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾ കൊണ്ട് നേടുവാൻ ആഗ്രഹിക്കും. 3, അതുകൊണ്ടും കഴിഞ്ഞില്ലെങ്കിൽ അവസാനത്തെ ഭാഗമാണ്, ലാസ്റ്റ് പാർട്ട് എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കും. ഇത് രണ്ടും ഇല്ലെങ്കിലേ ഉള്ളൂ പിന്നെ പ്രാർത്ഥന. ചില പ്രൊട്ടസ്റ്റന്റ് സഭകളൊക്കെ ശക്തമായി ചില മൂവ്മെന്റുകളൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഒരു പ്രശ്നമോ പ്രയാസമോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആദ്യം ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ നാം കണ്ടെത്തുന്ന ഒന്നാമത്തെ മാർഗം മനുഷ്യന്റെ ബലമാണ്.
രണ്ടാമത് സമ്പത്താണ്, മൂന്നാമതാണ് പ്രാർത്ഥന. എന്നാൽ ഏതൊരു തീരുമാനം കൈക്കൊള്ളുമ്പോഴും അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പും ദൈവത്തിൻ്റെ ഒരു ഇഷ്ടവും നാം എത്രമാത്രം വിവേകത്തോടെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ശലോമോൻ തൻ്റെ മകനായ രഹബിയാമിന് കൊടുക്കുന്ന ഒന്നാമത്തെ നിർദ്ദേശം, നീ എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കണം. ഒന്നാമതായി, നിന്റെ സ്വന്തം വിവേകത്തിൽ നീ ഊന്നരുത്. നിന്റെ സ്വന്തം വിവേകത്തിൽ നീ ഊന്നരുത്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. യാക്കോബ് എഴുതിയ 1-ാം ലേഖനം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാം ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, എന്നാൽ അവന് ലഭിക്കും. സ്വന്തം വിവേകത്തെക്കാൾ കൂടുതൽ ദൈവത്തിലുള്ള ആശ്രയം മനുഷ്യന്റെ എന്തുകൊണ്ടാണെന്നറിയോ? ഈ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നതിന്റെ ഒരു കാരണമുണ്ട്. അത് മനുഷ്യന്റെ പ്രശ്നമല്ല. ഒരു ദിവസം ഒരാളുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്ന ചിന്തകളുടെ എണ്ണം ഏകദേശം 30,000 മുതൽ 76,000 വരെ ചിന്തകൾ കടന്നു പോകും. ഈ 30,000 മുതൽ 76,000 വരെ ചിന്തകൾ കടന്നു പോകുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഇന്ന് നമ്മൾ രാവിലെ തൊട്ടേ ചിന്തിച്ച ചിന്തകളൊക്കെ ഇന്നലത്തെ കാര്യങ്ങളാണ്. അതിൽ കൂടുതലും പ്രശ്നങ്ങളാണ്. സൊല്യൂഷൻസ്, പരിഹാരങ്ങളൊന്നുമല്ല അവിടെ നിൽക്കുന്നത്, എല്ലാം പ്രശ്നങ്ങളാണ്. ഭൂരിഭാഗം കാര്യങ്ങളും ചിന്തിക്കുന്നത് പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതും ഇന്നലത്തെ കാര്യങ്ങളാണ് എടുത്ത് ചിന്തിക്കുന്നത്. പുതുതായിട്ടൊന്നും ചിന്തിക്കാനില്ല. ഇത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ചിന്തകൾ വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം, അവിടെ വൈകാരികത വന്നുകൂടും. ലോജിക്കൽ, അതായത് കാര്യകാരണ സഹിതം ഒന്നിനെ വിലയിരുത്താൻ കഴിയാതെ പോകും. അപ്പോൾ മുൻപിൽ കാണുന്നത് എന്താണെന്നറിയാം? ഒരു പ്രശ്നമാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം മുൻപിൽ കാണത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കും? വൈകാരികമായി തകർന്നു പോകും. അതിന്റെ കൂടെ നിൽക്കുന്നവരും അങ്ങനെയുള്ളവരാണെങ്കിൽ കാര്യം പോയി. അതുകൊണ്ടാണ് ഒരു യുദ്ധത്തിന്റെ പരിഹാരം യുദ്ധമല്ല, യുദ്ധത്തിന്റെ പരിഹാരം സമാധാനമാണ്. ഒരു പ്രശ്നത്തിന്റെ പരിഹാരം മറ്റൊരു പ്രശ്നമല്ല, ആ പ്രശ്നത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് അതിൽ കണ്ടെത്തേണ്ട സൊല്യൂഷനാണ്, അല്ലെങ്കിൽ പരിഹാരമാണ്. ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്, ഈ ലോകത്തിൽ ഏത് പൂട്ടിനും ഒരു താക്കോലില്ലാതെ അതിൻ്റെ കമ്പനിക്കാര് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഏതൊരു പൂട്ടിനും അതിൻ്റെ താക്കോലുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷെ എന്താ പ്രശ്നം? നമ്മുടെ ചിന്തകൾ വർദ്ധിക്കുമ്പോൾ, നമ്മളൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് വീഴുന്ന സമയത്ത് നമ്മുടെ ചിന്തകളുടെ എണ്ണം കൂടും. ചിന്തകളുടെ എണ്ണം കൂടുമ്പോൾ നാം ശ്രദ്ധിച്ചാൽ അറിയാം, അതെല്ലാം നെഗറ്റീവ് ആകും. പിന്നെ എന്താ? മുൻപിൽ കാണുന്നതും പോകുന്നതും എല്ലാം പ്രശ്നമായിരിക്കും. നമ്മുടെ തലച്ചോറിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. ഇതൊരു ന്യൂറോളജിക്കൽ പാത്താണ്, നെർവസ് സിസ്റ്റമാണ്. അതൊരു മിഡ് ബ്രെയിനിന്റെ ഭാഗമായിട്ട് നിൽക്കും. ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, RAS എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രശ്നത്തെ അത് കാണാൻ തുടങ്ങിയാൽ പിന്നെ അതിന്റെ ഇമേജുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ കാണുന്നതെല്ലാം പ്രശ്നമായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഡ്രസ്സ് നല്ല കളറാണെന്ന് ചിന്തിച്ചു, എന്താ നമ്മളൊരു അഡ്വർടൈസ്മെന്റിൽ കണ്ടു. പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നതെല്ലാം ആ കളറായിരിക്കും കൂടുതൽ. ഒരു ഭാര്യാഭർത്തൃ ബന്ധം, ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്നു. ഭർത്താവ് ഭാര്യയുടെ ഒരു കുഴപ്പം കണ്ടെത്തി, പിന്നീട് നോക്കുന്നതും പോകുന്നതും വരുന്നതും എല്ലാം കുഴപ്പമായിരിക്കും. ഇത് ഈ RAS എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ബോധപൂർവം എന്ത് ചെയ്യണം? ആ ചിന്തകളെ തിരിച്ചുവിടണം. സ്വന്തം വിവേകത്തിലൂന്നരുത്. അതുകൊണ്ടാണ് പറയുന്നത്, തിരുവചനം കൃത്യമായി വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. കാരണം ആ ചിന്തകളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വേദപുസ്തകം ക്രമമായി വായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, തിരുവചനം ഉരുവിടുന്നത് ഏറ്റവും നല്ലൊരു പ്രാക്ടീസാണ്. ഏതെങ്കിലും ഒരു വാക്യം കാണാതെ പഠിച്ച് പല വാക്യങ്ങൾ ഉരുവിട്ട് ജീവിക്കുന്നത് നല്ലതാണ്. അത് ഉരുവിടുന്നത് നല്ലതാണ്. കാരണം ചിന്തകളെ അത് ഒത്തിരി ക്രോഡീകരിക്കും. പ്രാർത്ഥന ഏറ്റവും മനോഹരമാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ വായന
ഏറ്റവും നല്ലതാണ് ഈ ചിന്തകളെ ക്രോഡീകരിക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് ശലോമോൻ പറയുന്നത് സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. രണ്ടാമതായി 3-ാം അധ്യായം 7-ന്റെ ആദ്യത്തെ ഭാഗം, 7-ന്റെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിക്കാമോ? ഒന്നുകൂടെ വായിച്ചാട്ടെ. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. 3-ാം അധ്യായം 7-ാം വാക്യം, അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇതാണ്: യഹോവയെ ഭയപ്പെട്ട്, വാക്യം എന്താ? യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക, ഇതവിടെ പറയുന്നത്. അതാണ് രണ്ടാമതായിട്ട് രഹബയാമിന് കൊടുക്കുന്ന നിർദ്ദേശം. ദൈവ ഭയത്തോടെയുള്ള ദൈവാശ്രയം, ദൈവഭയത്തോടെയുള്ള ദൈവാശ്രയം, ഡിവോഷന്. എന്നാൽ അതിനെ ഇവിടെ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം, 1 യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം അവിടെ വായിക്കുന്നുണ്ട്. എന്താണ്? സ്നേഹത്തിൽ ഭയമില്ല. വായിക്കാമോ ആരെങ്കിലും? സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. പഴയ കാലഘട്ടം മുതലേ മനുഷ്യനെ അടക്കി ഭരിക്കുവാൻ തക്കവണ്ണം ഈ ലോകമായ കാലം മുതൽ കണ്ടെത്തിയ ഒരു വികാരമാണ് ഭയം. അതുകൊണ്ടല്ലേ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ തൊട്ട് ഭരണാധികാരികളെ വരെ വരച്ച വരയിൽ നിർത്തുന്നത് എന്താണ്? ഭയമാണ്. ഇന്നിപ്പോൾ ഓൺലൈൻ മീഡിയ ഒക്കെ ശക്തമായതുകൊണ്ട് എന്തെങ്കിലും ഡിഫേം ചെയ്യാൻ എന്തെങ്കിലും ഒരു ന്യൂസ് പുറത്തിറക്കിയാൽ ഭയപ്പെടും. പിന്നെ ഇമേജിനെ കുറിച്ചുള്ള ഭയമാണ്. എങ്ങനെയായാലും മനുഷ്യൻ എത്ര ഉയർന്നവനായിരുന്നാലും അവൻ്റെ ഉള്ളിൽ ഈ ഭയം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അമ്മമാരാണല്ലോ കൂടുതലിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ, ഞാൻ ഉൾപ്പെടെയുള്ളവരെ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം കുഞ്ഞുങ്ങളെയൊക്കെ അടക്കി ഭരിച്ചത്, അടക്കി നിർത്തിയത് എങ്ങനെ? അങ്ങനെ ഭയമാണ് അല്ലേ? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, ചോറുണ്ടില്ലെങ്കിൽ എന്തോ പറയും? ഉമ്മാക്കി വരുമെന്ന് പറയും. ചില സ്ഥലങ്ങളിൽ ചോദിച്ചപ്പോൾ അതിനെ പേക്കാച്ചി എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഈ പല സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, പേരൻറ്റിങ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. പേരൻറ്റിങ് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനാണെങ്കിലും പേരൻസിനാണെങ്കിലും ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് പേരൻസിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ഉമ്മാക്കിയെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറയണം ഇതെങ്ങനെ ഇരിക്കുമെന്ന്. പക്ഷെ ഇന്ന് വരെ ആരും ഇതിനെ കണ്ടിട്ടില്ല. പക്ഷെ അവർ പറയും, കുട്ടികളെ ഭയപ്പെടുത്തി ഇതിങ്ങനെ നിലനിർത്തും. ഭയം ഒരു തലം വരെയൊക്കെ വലിയ പ്രശ്നമില്ല. അതിനപ്പുറത്തോട്ട് കൂടിയാൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും. പിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇങ്ങനെ ഭയപ്പെടുത്തി വളർത്തുന്ന കുഞ്ഞുങ്ങൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഒത്തിരി അമിതമായി ഭയമായി കഴിയുമ്പോൾ അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ നിലവാരം കുറഞ്ഞു പോകും. ആത്മവിശ്വാസം കുറഞ്ഞു പോകും. ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് കഴിയത്തില്ല. ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവർ കുടുംബജീവിതത്തിലേക്ക് കയറി കഴിഞ്ഞിട്ട് പോലും അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനുള്ളൊരു ധൈര്യം അവർക്കില്ല. അങ്ങനെ ചില ഫാമിലി ഇഷ്യൂസുമായിട്ട് വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അമ്മയെ വിളിച്ചു ചോദിക്കും, അല്ലെ അപ്പനെ വിളിച്ചു ചോദിക്കും. പിന്നെ ചില അപ്പന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ അവിടെ ചെന്ന് ഒരു ജോലിയും ചെയ്യണ്ട, നമ്മൾ ആരാന്നറിയാം, നമ്മളാണ് ഇവിടുത്തെ ഒന്നാമത്തെ സുറിയാനി ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് നീ അവിടെ പോയി പാത്രമൊന്നും കഴുകണ്ട, നീ തുണിയൊന്നും അലക്കാൻ നിൽക്കണ്ട, അവരെ ചെയ്തോളും. പിന്നെ ചില അമ്മമാർ കണ്ടിട്ടില്ലേ, ഈ കല്യാണമൊക്കെ കഴിയുമ്പോഴേ കൂടുതലും ഈ ഇടവകളിലെ വിവാഹ ശുശ്രൂഷകളിലൊന്നും പോകുമ്പോൾ അത് കാണേണ്ടി വന്നിട്ടില്ല. ചില സ്വന്തം വീട്ടുകാരുടെയൊക്കെ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടി, ഞങ്ങളുടെയൊക്കെ ആ ഭാഗത്ത് ഇവിടെയും അങ്ങനെ തന്നെയല്ലേ, പുരുഷൻ്റെ വീട്ടിലാണോ കയറുന്നത്, പയ്യൻ്റെ വീട്ടിലല്ലേ? അവിടെ എല്ലായിടത്തും എനിക്കൊന്ന് ഇവിടെ എല്ലാം ഒരുപോലെയാണെന്ന് തോന്നുന്നു. അവിടെ പയ്യൻ്റെ വീട്ടിലേക്ക് വന്ന് കയറും, അതിനുശേഷം പെൺകുട്ടിയുടെ വീട്ടിൽ പോയി താമസിക്കും. അപ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ പെങ്കൊച്ചിൻ്റെ അമ്മ ചെറുക്കൻ്റെ അമ്മയുടെ കയ്യിലോട്ട് മോടെ കൈ പിടിച്ചു കൊടുത്തിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോഴത്തെ ഒരു കരച്ചിലായി,
ബഹളമായി. എൻ്റെ മോക്കൊന്നും അറിയത്തില്ല, അമ്മ എല്ലാം പഠിപ്പിക്കണം. പറ്റുമോ? അങ്ങനെ പറ്റുമോ? അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നതാണോ ഇത്? ജീവിതത്തിൽ ആത്മവിശ്വാസമുള്ളവരായി, ധൈര്യമുള്ളവരായി ജീവിക്കുവാൻ കുഞ്ഞുങ്ങളെ ശക്തരാക്കുക എന്നുള്ളതാണ് മനോഹരമായ രക്ഷാകർതൃത്വത്തിൻ്റെ ലക്ഷ്യം. ഗാന്ധിജി തൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണല്ലോ, ആത്മകഥയാണല്ലോ എന്ത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയെന്ന ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ദ ട്രൂത്ത് അതാ പറയുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസമുള്ളവരായി അറിവ് നേടുക എന്നുള്ളത് മാത്രമല്ല, ആത്മവിശ്വാസമുള്ളവരും ജീവിതത്തിൽ അടുക്കും ചിട്ടയുമുള്ളവരായി, ശുചിത്വബോധമുള്ളവരായി വളരുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴാണെന്നറിയോ? പിള്ളേരെയൊക്കെ അങ്ങോട്ട് പഠിപ്പിച്ചു, നല്ല മിടുക്കനായിട്ടൊക്കെ പഠിപ്പിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്നറിയോ? ഇതൊക്കെ അതുങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായ മാനേജ്മെന്റിൽ, ഇന്ന് പുതിയ തലമുറകൾക്കൊക്കെ സംഭവിച്ചെന്നറിയോ? കൃത്യമായ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പലർക്കും ഇല്ല. അതുപോലെ തന്നെ സെൽഫ് മാനേജ്മെന്റ്, സ്വയം അവരെ തന്നെ നിയന്ത്രിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഭയം എന്നതിനും അപ്പുറമായി ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഒരാൾ വളരുമ്പോൾ അവിടെയാണ് അവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒന്നായിത്തീരുന്നത്. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ ആശയം ഇതാണ്. മൂന്നാമതായി 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 3-ാം അധ്യായം 9-ാം വാക്യം. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. മൂന്നാമതായി രഹബയാമിന് കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്: ട്രസ്റ്റ് ഇൻ ലോർഡ് വിത്ത് ഓൾ യുവർ പൊസഷൻസ്. നിന്റെ എല്ലാ ധനം കൊണ്ടും നിന്റെ എല്ലാ അധ്വാനം കൊണ്ടും നീ ദൈവത്തെ ആശ്രയിക്കുക. നിനക്ക് തന്നത്, നീ ആയിരിക്കുന്നത്, എല്ലാറ്റിലും ആയിരിക്കുന്നത് ആരുടെ ഗുണം കൊണ്ടാണ്? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് പറയുകയാണ്, ഈ ധനം കൊണ്ടും നിന്റെ എല്ലാ അധ്വാനം കൊണ്ടും നീ ദൈവത്തെ ആശ്രയിക്കുക. കാരണം നിനക്ക് ധനം തന്നത് ആരാണ്? നിന്റെ ദൈവമാണ്. നീ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ ദൈവത്തിൻ്റെ കൃപയാലാണ്. മലയാള സാഹിത്യത്തിൽ വളരെ മനോഹരമായൊരു പുസ്തകമുണ്ട്, 8-ാമത്തെ മോതിരം. ഈ പുസ്തകം ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കേണ്ട പുസ്തകം. അത് എഴുതിയിട്ടുള്ളത് മലയാള മനോരമയുടെ മുഖ്യ പത്രാധിപരായിരുന്ന ശ്രീ KM മാത്യു അവറുകളാണ്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം എഴുതിയതിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് ചില നിയമപരമായ ചില പ്രശ്നങ്ങളിൽപ്പെട്ട, മനോരമയിൽ അതിന്റെ പത്രത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറെ നാള് മാറി നിൽക്കേണ്ടി വന്നു. സർ CP രാമസ്വാമി അയ്യരുടെ കാലഘട്ടത്തിലാണെന്ന് കരുതുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ KM മാത്യുവിന് എഴുതിയ ഒരു കത്താണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. ആ കത്തിൽ അദ്ദേഹം എഴുതിയ ഒരു കാര്യമുണ്ട്: കുഞ്ഞെ, ഇപ്പോൾ ഞാൻ ഈ മധ്യവയസ്സ് കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. നാം നേടിയിട്ടുള്ളതിൽ 99% ദൈവത്തിന്റെ കൃപയും 1% നമ്മുടെ അധ്വാനവും. പക്ഷേ ചെറുപ്പത്തിൽ നീ ആയിരിക്കുമ്പോൾ നീ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളതിൽ 99% നിന്റെ അധ്വാനവും 1% ദൈവത്തിന്റെ കൃപയുമാണ്. അല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു വലിയ സത്യമുണ്ട്. ഇത്രത്തോളം ജീവിതത്തിലായി എങ്കിൽ അതിൻ്റെ 99% ദൈവത്തിന്റെ കൃപയും 1% നമ്മുടെ അധ്വാനവും. അദ്ദേഹം പിന്നെ വീണ്ടും പറയുകയാണ്, ചെറുപ്പത്തിലായിരുന്നപ്പോൾ എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലായി. കാലഘട്ടങ്ങൾക്ക് ശേഷം
എനിക്ക് മനസ്സിലായി 99% ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. കാരണം നീ നിന്റെ ദൈവത്തെ ആശ്രയിക്കേണ്ടത് നിനക്കുള്ള സകലത്തിലും സമർപ്പണത്തോടുകൂടി നീ നിന്റെ ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ടാണ് ആരാധന എന്നുള്ള വാക്കിന്റെ തത്തുല്യമായ അർത്ഥം. ആരാധന എന്ന വാക്ക് എന്തുകൊണ്ട് വന്നു? ചരിത്രാതീത കാലഘട്ടം മുതൽ മനുഷ്യൻ അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അന്വേഷണമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധനം എനിക്ക് എന്താണ്? ഏറ്റവും വലിയ ധനം ഏതാണ്? ആരാണ് എൻ്റെ ധനം എന്നുള്ള അന്വേഷണമാണ് അവനെ ആരാധനയിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചത്. ആരാധനം എന്നുള്ളതാണ് അവൻ ആരാധനയിൽ അവന് വെളിപ്പെട്ടത്. അവൻ ആരാധനയിൽ അവൻ പറഞ്ഞു, ദൈവമേ, നീയാകുന്നു എൻ്റെ ധനം, നീയാകുന്നു എൻ്റെ ധനം. നാം ഈ പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് സഭ ആകമാനം ഒരുങ്ങുകയാണ്. ഈ പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ സ്വന്തം വിവേകത്താലും അതിനേക്കാൾ ഉപരിയായി സ്വന്തം നേട്ടങ്ങളെക്കാളും പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുവാൻ, പരിശുദ്ധാത്മ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു ഓറിയന്റേഷൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിൽ അങ്ങനെ ഒരു പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവേ, നീ കടന്നു വരണമേ, സകല സത്യത്തിലും സകല നീതിയിലും സകല കൃപയിലും എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം അക്ഷരജ്ഞാനമില്ലാതിരുന്ന ശിഷ്യന്മാർക്ക്, മുക്കുവരായിരുന്ന ശിഷ്യന്മാർക്ക് ജ്ഞാനം പകർന്നു കൊടുത്തത് പരിശുദ്ധാത്മാവ്. ലോകമൊക്കെയും പോയി അവർ സുവിശേഷം അറിയിച്ചതിൻ്റെ കൃപ പരിശുദ്ധാത്മ കൃപയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകണം. ഒന്ന്, നമ്മുടെ പ്രാർത്ഥന ദൈവാശ്രയത്തിലും പരിശുദ്ധാത്മ ബോധത്തിലുമായിരിക്കണം. യാതൊരു സംശയവുമില്ല, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അരൂപി നമ്മളെ സകല സത്യത്തിലും സകല നീതിയിലും വഴി നടത്തും. സകല സത്യത്തിലും സകല നീതിയിലും വഴി നടത്തും. അതുകൊണ്ട് ഒന്നാമതായി പ്രാർത്ഥനയിൽ ഇത് ഐക്യപ്പെട്ടു വരണം. 2, ആ പ്രാർത്ഥനയിൽ നിന്ന് നമുക്കുണ്ടാകേണ്ട രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഐക്യബോധമാണ്. ഐക്യബോധം. ഒരു കർത്താവ് പറയുന്നുണ്ടല്ലോ, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അതിന് നിലനിൽപ്പില്ല. പരിശുദ്ധാത്മാവ് നൽകുന്നത് ഛിദ്രിപ്പിന്റെ അനുഭവമല്ല, ഛിദ്രിപ്പിന്റെ ആത്മാവല്ല, മറിച്ച് ഐക്യത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് ഐക്യബോധം, ഒരുമിച്ച് ജീവിക്കുവാനും, ഇത് പറയുമ്പോൾ ചില കുടുംബങ്ങളിലുണ്ട് ചില വ്യക്തികൾ ആ കുടുംബത്തിന്റെ കുറവുകൾ മറ്റിടങ്ങളിൽ പോയി പറയും, സ്വന്തത്തിന്റെ പ്രശ്നങ്ങൾ മറ്റിടങ്ങളിൽ പോയി പറയും, മറ്റുള്ളവരോട് അത് വിശദീകരിക്കും. അതാ കർത്താവ് പറയുന്നത്. സ്വന്തം വീട്ടിലെ ചില അമ്മമാരുണ്ട്, സ്വന്തം വീട്ടിലെ മരുമക്കളോ മക്കളോ എന്തോ ആയിക്കോട്ടെ, അവരുടെയൊക്കെ കുറവുകൾ പോയിട്ട് മറ്റിടങ്ങളിൽ പറയും. കുടുംബത്തിന്റെ ഐക്യം നഷ്ടപ്പെട്ടു പോകും. അത് അന്നേരം പറയുമ്പോൾ ഒരു സുഖമുണ്ട് മനസ്സിനല്ലേ, അവളുടെ കുറ്റം ഞാൻ അവരോട് പോയി പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ മനസ്സിനൊരു സുഖമുണ്ട്. പക്ഷേ അവിടെ സാത്താൻ പ്രവേശിക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകും, ഐക്യമില്ലാതെ പോകും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മൂന്നാമതായിട്ട് പരിശുദ്ധാത്മ ബോധത്തിൽ പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ പശ്ചാത്താപത്തിന്റെയും അനുതാപത്തിന്റെയും ആത്മാവുണ്ടായിരിക്കണം. റെപ്പന്റൻസ്, പശ്ചാത്താപത്തിന്റെയും അനുതാപത്തിന്റെയും ആത്മാവ് നമ്മളെ ഭരിക്കണം. പശ്ചാത്താപം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ചില വ്യക്തികളൊക്കെ ഉണ്ട്, പൊതുവായ ചില കുമ്പസാരങ്ങളിലെ ചില അനുഭവങ്ങൾ, വ്യക്തിപരമായൊരു പാപത്തിന്റെ ബോധമില്ലാതെ നടത്തുന്ന കുമ്പസാരങ്ങൾ, ചിലപ്പോൾ ചില ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി മാത്രം ഇതിനെ ശരണം പ്രാപിക്കുന്ന രീതികൾ, അവിടെയൊക്കെ പശ്ചാത്താപത്തിന്റെ ആത്മാവ് നമ്മളെ വഴി നടത്തണം. ഈ വരുന്ന 10 ദിവസങ്ങൾ പെന്തക്കോസ്തി പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവമേ, പശ്ചാത്താപവും മാനസാന്തരവുമുള്ള ഒരു ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. 4, ദൈവകൃപയ്ക്കായി കാത്തിരിക്കണം. കാത്തിരുന്നേ മതിയാവും. ദൈവകൃപയ്ക്കായി, ദൈവ അനുഭവത്തിനായി കാത്തിരിക്കണം. അത് പെട്ടെന്ന് ലഭിക്കുന്നതല്ല, പെട്ടെന്ന് ഒരിക്കലും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്,
ദൈവ സംസർഗത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് 4-മതായി. 5-മതായിട്ട് സമർപ്പണത്തോടുകൂടിയുള്ള വിശ്വാസം. വെറും വിശ്വാസമല്ല. എന്താണ് സമർപ്പണത്തോടുകൂടിയുള്ള വിശ്വാസം? എന്താണ് ഈ സമർപ്പണത്തോടുകൂടിയുള്ള വിശ്വാസം? ഒരുവന് വിശ്വാസം ഉണ്ടായിരുന്നാൽ മാത്രം പോരാ. ആ വിശ്വാസം ഉറക്കണമെങ്കിൽ അവൻ ദൈവത്തിൽ പൂർണ്ണമായി തന്നെ സമർപ്പിക്കണം. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ആടുന്ന കൊമ്പിലെ പാടുന്ന പക്ഷി എന്ന് ഭാരതീയ ചിന്ത. എന്താണ് ആടുന്ന കൊമ്പിലെ പാടുന്ന പക്ഷി എന്ന് പറയുന്നത്? എന്താണ്? നശ്വരമായ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ചെറിയ ഒരു കിളിയുടെ, ഒരു ചെറിയ പക്ഷിയുടെ അനുഭവമാണ്. അതിനൊരു വിശ്വാസമുണ്ട്. എന്താണ് അതിന്റെ വിശ്വാസം? അതിന്റെ ചിറകുകൾക്ക് ദൈവം ശക്തി കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ വിശ്വാസം. അല്ലാതെ അതിരിക്കുന്ന കൊമ്പല്ല അതിന്റെ വിശ്വാസം. ആ കൊമ്പ് നഷ്ടപ്പെട്ടാലും ആ ചിറക് കൊടുത്തിട്ടുള്ള ദൈവം തമ്പുരാൻ അതിന് പറക്കുവാനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട് എന്ന് അത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മൾ ഈ ഇങ്ങനെയുള്ള കിളികളെയൊക്കെ ഇപ്പൊ അങ്ങാടി കുരുവികളൊന്നും ഇല്ലല്ലോ. ഈ മൊബൈൽ ഫോണ് ടവറുകളൊക്കെ കൂടിയപ്പോൾ, അതിൻ്റെ ഈ റേഡിയേഷനൊക്കെ കൂടിയപ്പോൾ ഈ അങ്ങാടി കുരുവികളൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഈ അരിയൊക്കെ കച്ചവടം ചെയ്യുന്നിടത്ത് അങ്ങാടികളിൽ ഈ കൊച്ചു കുരുവികൾ വരും. അത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതെന്ത് ധൈര്യത്തോടെയാണ് മനുഷ്യനോട് ചേർന്നാണ് നിൽക്കുന്നത്. അവിടെ ഒരു കച്ചവടക്കാരൻ ഇരുന്നാലും ഇത് വന്ന് അടുത്തിരുന്ന് അതിന് വേണ്ടതൊക്കെ എടുത്തുകൊണ്ട് അത് പോകും. ഇത്ര ധൈര്യത്തോടെയാണ്. എന്താ ധൈര്യത്തിന്റെ അടിസ്ഥാനം? അതിന്റെ ധൈര്യത്തിന്റെ അടിസ്ഥാനം അതിന് എവിടെയൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അതിന്റെ ഉള്ളിലൊരു ശുഭാപ്തി വിശ്വാസമുണ്ട് അതിന്റെ ജീവിതത്തെക്കുറിച്ച്. അല്ലാതെ അത് കയറി വരുമ്പോൾ തന്നെ ഇവൻ ആക്രമിക്കുമെന്നുള്ള, ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും, അങ്ങനെ ഒരു ചിന്തയിലല്ല അത് കടന്നു വരുന്നത്. അതിനെപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അതുകൊണ്ട് പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയുടെ ഐക്യം, പ്രാർത്ഥനയിലൂടെ രണ്ടാമത് ഞാൻ പറഞ്ഞ ഐക്യത്തിന്റെ അനുഭവം, മൂന്നാമതായി അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ആത്മാവ്, നാലാമതായി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള അനുഭവം, അഞ്ചാമതായിട്ട് സമർപ്പണത്തോടു കൂടിയുള്ള വിശ്വാസം. വെറും വിശ്വാസമല്ല, സമർപ്പണത്തോടു കൂടിയുള്ള വിശ്വാസം ആവശ്യം. ഒരു പക്ഷെ കാലഘട്ടമൊക്കെ അല്പം ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളോട് കാത്തിരിക്കുവാൻ പറയുമായിരിക്കും. പക്ഷെ നമുക്ക് ലഭിക്കുന്നത് അതിനേക്കാൾ ഉപരിയായി ചില സന്തോഷങ്ങളാണ്. നാലാമതായിട്ട് സമയത്തിന്റെ വളരെ ചുരുക്കം കൊണ്ട് നാലാമത്തെ ആശയത്തിലേക്ക് പ്രവേശിക്കുന്നു. 3-ാം അധ്യായം 11-ാം വാക്യം, 3:11. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്. അതാണ് അതിന്റെ ആദ്യത്തെ ഭാഗം. ട്രസ്റ്റ് വിത്ത് ഹിസ് കറക്ഷൻ. എന്താണ് ഈ പറയുന്നതെന്നറിയാമോ? അതിന്റെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ ശാസനയിൽ മുഷിയുകയും അരുത്. തന്റെ മകന് അപ്പൻ കൊടുക്കുന്ന നാലാമത്തെ നിർദ്ദേശമായത്. എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കണം? അവന്റെ ശിക്ഷണത്തോടൊപ്പം ദൈവത്തിൽ ആശ്രയിക്കണം. ഇത് പറയുമ്പോൾ വളരെ ശക്തമായി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും നോ പറയുവാൻ മാതാപിതാക്കൾക്ക് ഭയമാണ്. എന്താ ഭയം എന്നറിയാമോ? അതിന് കാരണമെന്ന് പറയുന്നത് അവരുടനെ ചിന്തിക്കുന്നത് എന്തെങ്കിലും അവിവേകം ചെയ്തു വെച്ചാലോ ഒക്കെ എന്ത് ചെയ്യും. ചില അമ്മമാരിരുന്ന് കരയുകയാണ്. എന്താ കാര്യം എന്നറിയാം? വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉറക്കെ ബഹളം വയ്ക്കും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു 10 വയസ്സുള്ള ഒരു പയ്യൻ അവൻ്റെ മൊബൈൽ ഫോൺ 10-15 മിനിറ്റത്തേക്ക് മാറ്റിവെച്ചതിന് ഒരു 2-ാം നിലയിലേക്ക് കയറിയിട്ട് അവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി. അവന് മലയാളാക്ഷരം പോലും ചുമേനേരെ കൂട്ടി വായിക്കാൻ പറ്റുന്നില്ല. അവൻ വിളിച്ചു പറയുന്നത് പോലും വ്യക്തമായിട്ട് കേൾക്കുന്നില്ല. എന്ത് ചെയ്യും? ഇതിൻ്റെയൊക്കെ കാരണക്കാരാരാ? ആരാ കാരണക്കാർ? മക്കളാണോ? ഇവിടെ കുഞ്ഞുങ്ങൾ കുറവായതുകൊണ്ട് ഞാനങ്ങ് പറയാം, അതിൻ്റെയൊക്കെ കാരണക്കാർ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അത് കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് കണ്ടോ, അച്ഛൻ പറഞ്ഞത് കേട്ടോ, നിങ്ങളാ കുഴപ്പക്കാരെന്നെങ്ങാനും പറഞ്ഞ അത് നിങ്ങൾ പറയേണ്ടതല്ല. അങ്ങനെ നിങ്ങൾ പറയാനും പാടില്ല. എന്താ കാര്യം? കുറച്ചു നാൾ മുമ്പ് ഈ കൊറോണ കാലത്ത് ഒരു അമ്മ അവരുടെ മകനെ കൊണ്ടുവന്നു. അവന് 69,000 രൂപ അക്കൗണ്ടിൽ നിന്ന് പോയി, അവരുടെ അക്കൗണ്ടിൽ നിന്ന്. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ഗെയിമിങ്ങിൽ
വെടിവെക്കുന്നവൻ ഉണ്ട വാങ്ങിച്ചു കൊടുത്തത് അവൻ. മനസ്സിലായോ? അവൻ ഉണ്ട വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതല്ല പ്രശ്നം. പിന്നെന്താ? അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഇത്രയും പോയത് അമ്മ അറിഞ്ഞില്ല. കാരണം മൊബൈൽ ഫോണിൽ തന്നെ OTP വരും. ആ OTP അതുപോലെ അടിച്ചു കൊടുക്കും, പൈസ പോയി. ആരുടെ കുഴപ്പം? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കള് ഇന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്, കുഞ്ഞുങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നത് കുഴപ്പമാണെന്ന്. ഒരു കുഴപ്പമല്ല. ആണോ? അല്ല. കുഞ്ഞുങ്ങൾ വിഷമിക്കുന്ന കുഴപ്പമാണ്, ഒരിക്കലും കുഴപ്പമില്ല. അത് നമ്മുടെ ചില മാതാപിതാക്കൾ ചിന്തിക്കുന്നത് എന്താ അറിയാം, കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. അങ്ങനെയൊന്നുമല്ല, കുഞ്ഞുങ്ങൾ വിഷമിക്കും. ജീവന്റെ ആദ്യ തുടിപ്പ് പോലും നമ്മൾ കാണുന്നത് ഒരു വലിയ കരച്ചിലിൽ നിന്നാ, അല്ലേ? അല്ലേ? ഒരു കരച്ചിലല്ലേ? എന്താ? അമ്മയുടെ ഉദരത്തിൽ നിന്നൊരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് ജന്മമെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ആ കുഞ്ഞ് കരയണം. കരച്ചിലോടുകൂടി അത് ഈ ലോകത്തെ അറിയുന്നത്. ആ കരച്ചിൽ നടന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ലെങ്കിൽ ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നറിയാമോ? കാലെടുത്ത് തലകീഴായിട്ടിട്ടിട്ട് പുറത്തടിക്കും. അപ്പോഴാ ഈ കരച്ചിൽ കൊണ്ടാണ് അതിൻ്റെ ലങ്സും അതിൻ്റെ ഹാർട്ടും വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. വേദന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുഴപ്പമൊന്നുമല്ല. വിഷമം എന്ന് പറയുന്നത് ഒരു കുഴപ്പമൊന്നുമല്ല. അത് ജീവന്റെ അംശമാണ്, ആ ജീവന്റെ തുടക്കമാണ്. അവിടെ ജീവനുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. വേദനയില്ലെങ്കിൽ ജീവനില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പൊ ചില മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം വാങ്ങിച്ചു കൊടുക്കും. എല്ലാം അവർക്ക് കിട്ടുമെന്ന് അവരുടെ ധാരണ. കുറച്ചേറെ നാൾ കഴിയുമ്പോൾ ജീവിതത്തിൽ ചിലതൊക്കെ കിട്ടാതെ പോകുമ്പോൾ അവർ വല്ലാതെ വിഷമിച്ചു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതുപോലെ തന്നെ ചില അമ്മമാരുണ്ട്, അപ്പന്മാരോട് ഈ മക്കളുടെ കസർത്തുകളൊന്നും പറയത്തില്ല. ചില അപ്പന്മാരൊക്കെ വിദേശത്തായിരിക്കും, ഒന്നും പറയത്തില്ല. എന്തെങ്കിലും ഏടാകൂടത്തിലൊക്കെ ചെന്ന് ചാടുമ്പോഴായിരിക്കും എന്ത് അപ്പൻ അറിയുന്നത്. അങ്ങനെയല്ല, ഒരു കുടുംബത്തിന്റെ സംവിധാനം അങ്ങനെയൊന്നും അല്ല. അപ്പനും അമ്മയും ഒരുമിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോടുകൂടി ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട സാഹചര്യമാണ് കുടുംബത്തിലുള്ളത്. അതിനാൽ വേദന ഉണ്ടാകുന്നത് പ്രശ്നമൊന്നുമല്ല, വേദന ഉണ്ടാകുന്നത് പ്രശ്നത്തിന്റെ സാഹചര്യവുമല്ല. ആ വേദനയിലാണ് ജീവന്റെ തുടിപ്പ് ആരംഭിക്കുന്നത്. രമണ മഹർഷി തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം മറ്റൊന്നുമല്ല, അദ്ദേഹം പറയുന്ന ഈ വനവാസകാലത്ത് ശ്രീരാമൻ വേട്ടയ്ക്ക് വേണ്ടി പോയ സമയത്ത് രമണ മഹർഷി പറഞ്ഞ കഥ ഇതാണ്. അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച സമയത്ത് ഒരു തടാകത്തിന്റെ കരയിലെത്തി. തടാകത്തിന്റെ കരയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന അമ്പെടുത്ത് അദ്ദേഹം ഒരു പാറയുടെ പൊത്തിലേക്ക് താത്തി വെച്ചു. ആ പാറയുടെ പൊത്തിലേക്ക് താത്തി വെച്ചതിന് ശേഷം അദ്ദേഹം പോയി വെള്ളം കുടിച്ചു, വിശ്രമിച്ച് തിരികെ വന്നപ്പോൾ അദ്ദേഹം അമ്പെടുക്കാൻ നോക്കിയപ്പോൾ ആ അമ്പ് തറച്ചിരിക്കുന്നത് ഒരു തവളയുടെ വായിലാണ്. അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ട് വിഷമത്തോടെ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ വായിലേക്ക് ഈ അമ്പ് തറച്ചിറങ്ങിയപ്പോൾ നീ എന്തുകൊണ്ട് കരഞ്ഞില്ല? നീ എന്തിനീ വേദന സഹിച്ചു? അപ്പോൾ ആ തവള പറയുന്ന ഒരു സാരാംശമുണ്ട്. അതാണ് രമണ മഹർഷി പറയുന്നത്, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലും നീ വിളിക്കേണ്ടത് ദൈവത്തെയാണ്. നീ വിളിക്കേണ്ടത് ദൈവത്തെയാണ്. പക്ഷേ ആ ദൈവമാണ് എനിക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ കരുതുന്ന രീതിയിൽ എനിക്ക് തരുന്നത് എങ്കിൽ അത് മാറ്റിത്തരുവാനും ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഈ അമ്പ് നീ തറച്ചതാണ് എങ്കിൽ ആ അമ്പ് എടുക്കുവാനും നിനക്ക് കഴിയും. അത് ആ വിശ്വാസം എനിക്കുണ്ട്. മറന്നു പോകരുത്, ആ വാക്യം മനസ്സിൽ പതിക്കണം. അമ്പ് തറച്ചത് നീയാണ് എങ്കിൽ ആ അമ്പ് ഊരിയെടുക്കുവാനും നിനക്ക് കഴിയും. ആ അമ്പ് തറച്ചത് നീയാണെങ്കിൽ ആ അമ്പ് ഊരുന്നതും നീ തന്നെയാണ്. ജീവിതത്തിൽ ചില അമ്പുകളൊക്കെ വരും, ആ അമ്പ് ഊരുവാനും ദൈവമുണ്ട്. ചിലപ്പോൾ നമ്മൾക്ക് സാഹചര്യങ്ങൾ കൊണ്ട് കുറച്ചു നാളൊക്കെ നമ്മളൊന്ന് കാത്തിരിക്കണം. ആ കാത്തിരിക്കുവാനുള്ള ക്ഷമയാണ് പ്രധാനം. കാത്തിരിക്കുവാനുള്ള ക്ഷമയാണ് പ്രധാനം. അതുകൊണ്ടാണ് വിശുദ്ധ വേദഭാഗം പറയുന്നത്, ക്ഷമയോടെ അവസാനത്തോളം കാത്തിരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, പെർസീവറൻസ് എന്ന് പറയും. പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ അവസാനത്തോളം ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള ശേഷിയായി. ഇത് ആത്മീക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
പെർസീവറൻസ് എന്ന് പറയുന്ന ആത്മീയ ശിക്ഷണത്തിന്റെ ഭാഗമാണ്. അവസാനത്തോളം കാത്തിരിക്കുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനുമുള്ള ജീവിതത്തിന്റെ ധൈര്യമാണ് പെർസീവറൻസ്. സ്ഥിതബുദ്ധിയോടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള ശേഷി. അഞ്ചാമതായി ഈ വേദഭാഗം 3-ാം അധ്യായം 21-ാം വാക്യം, 3:21. വീണ്ടും ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ, 27-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 27. ഈ വേദഭാഗം പറയുകയാണ്, 1 5-ാമത്തെ ആശയമാണ് ജ്ഞാനത്തോടും വകതിരിവോടും അതോടൊപ്പം തന്നെ നന്മ ചെയ്തും നീ ദൈവത്തിൽ ആശ്രയിക്കുക. ജ്ഞാനത്തോടും വകതിരിവോടും നന്മ ചെയ്തും നീ ദൈവത്തിൽ ആശ്രയിക്കുക. ജ്ഞാനമുള്ളവൻ, വകതിരിവുള്ളവൻ, നന്മ ചെയ്യുന്നവൻ ആയിരിക്കുക. ഇന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മൾ ആർക്കെങ്കിലും തിന്മയൊന്നും ചെയ്യണ്ട, നന്മ ചെയ്താലും നമ്മൾ ശത്രുക്കളായിട്ട് തീരും. നമ്മൾ ഒന്നും ആർക്കും ഉപദ്രവം ചെയ്യണ്ട, നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ല, സഹിക്കത്തില്ല. അങ്ങനെയുള്ള സമൂഹമുണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ഇടപെടുന്ന വ്യക്തികൾ എങ്ങനെയുള്ളവരാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ മനുഷ്യരൊന്നും നല്ല ചിന്തകളുള്ളവരല്ല. അതുകൊണ്ട് സൈക്കോളജിയിൽ ഈ ടോക്സിക് പീപ്പിൾ എന്ന് പറയും. ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോക്സിൻ എന്ന് പറഞ്ഞാൽ വിഷം. ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയും. ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ ബന്ധം കൊണ്ട്, ആ സൗഹൃദം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കുവാൻ ആ ബന്ധങ്ങളിൽ നിന്ന് അകന്നിരിക്കണം. ഒരു കാര്യം സ്പഷ്ടമാണ്, എല്ലാവരെയും ഒന്നും തൃപ്തിപ്പെടുത്തിയിട്ട് എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അത് മനസ്സിലാക്കിക്കോണം. ബുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ എങ്ങനെ വിലയിടുന്നു എന്ന് നീ ചിന്തിച്ചാൽ നിനക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഒരു പരിധി വരെയൊക്കെ മതി, ഒരു പരിധി വരെ. ചിലപ്പോൾ ഒരു ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്നവര് ഇന്നിപ്പോ എല്ലാം ഈ സ്റ്റാർ റേറ്റിംഗിന്റെ കാലഘട്ടമല്ലേ, റേറ്റിംഗ് അല്ലേ എല്ലാം. എത്ര സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഒരു സർവീസ് ആവശ്യപ്പെടുന്നത്. എത്രമാത്രം ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അത് ആവശ്യപ്പെടുന്നത്. ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ചില പേഷ്യൻസ് ഒക്കെ എൻ്റെ അടുക്ക വന്നിട്ടുള്ളവരുടെ ചില മെഡിസിൻസ്, അവരുടെ ഡയഗ്നോസിസ് ഒക്കെ ശ്രദ്ധിക്കുമ്പോഴറിയാം. ഈ യൂട്യൂബിലൊക്കെ ഒത്തിരി പ്രഭാഷണം നടത്തുന്ന ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ടുള്ളവരാണ്. പക്ഷെ ഇവർക്ക് പ്രഭാഷണം മാത്രമേ ഉള്ളൂ, പ്രാക്ടീസ് വളരെ മോശമാണ്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളോട് ഈ ഡോക്ടർ എത്ര നേരം സംസാരിച്ചു? അധികം നേരം സംസാരിക്കാൻ സമയമില്ല. എന്താണെന്നറിയോ? ഇത് വെച്ചിട്ട് വേണം പിന്നെ അടുത്ത പോയിട്ട് അവിടെ പ്രസംഗിക്കാൻ, യൂട്യൂബിൽ കൂടെ പ്രസംഗിക്കുക. ഇന്നിപ്പം കണ്ടിട്ടില്ലേ, ഏത് വൈദ്യനും കയറി എന്തും പറയാം, അതെല്ലാം മരുന്നായിട്ട് നമ്മൾ അങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്യും. ഇതിൽ പകുതിയും ബ്ലണ്ടറായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓട്ടിസം കുഞ്ഞുങ്ങൾക്ക് വരുന്നത് വയറ്റിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ അവസാനത്തെ ഒരു തമാശ പോലും ഇന്ന് യൂട്യൂബിൽ കിടന്ന് ഓടുന്നുണ്ട്. ഓട്ടിസം ജനറ്റിക്കൽ ഫാക്ടേഴ്സും ഹെറിഡിറ്ററി ഫാക്ടേഴ്സും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ചില ജീൻസിന്റെ പ്രശ്നമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതാണ് അതിന്റെ പ്രാരംഭം. പിന്നീട് വരുന്നതാണ് ബാക്കിയുള്ള കാരണങ്ങൾ. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് വിശ്വസിക്കുന്ന അനേകരുണ്ട്. ഇതിൽ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ ജ്ഞാനമുള്ളവരായി, വകതിരിവുള്ളവരായി, നീതിബോധമുള്ളവരായി ജീവിക്കണം. ജ്ഞാനമെന്ന് പറയുന്നത് എന്താണ്? കേവലം ബുക്കിഷ് നോളജ് ആണോ? നോ. പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവല്ല. പിന്നെ എന്താണ്? അറിവെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിനു മുമ്പാകെ നിശബ്ദമായി ഒരാൾ ഇരിക്കുവാൻ അവന് മനസ്സുണ്ടെങ്കിൽ ദൈവം ആ ജ്ഞാനത്തെ അവന് കൊടുക്കും. അവൻ ശാന്തതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ അവന് മനസ്സുണ്ടായാൽ മതി. ആ ശാന്തത കൈവരിക്കുവാൻ അവന് കഴിഞ്ഞാൽ മതി. നിശബ്ദമായി ഒരാൾ തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ദൈവം സംസാരിക്കുന്നത് എന്താ എന്ന് തിരിച്ചറിയുവാനും അവൻ താല്പര്യമുള്ളവനായി തീർന്നാൽ അവൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. ജ്ഞാനം, വകതിരിവ്, നീതി. ഇന്ന് പുതിയ തലമുറയിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയതാണ് വകതിരിവ്.
ഇതെങ്ങനെയാ ഇത് ശീലിപ്പിച്ചെടുക്കേണ്ടത്? മാതാപിതാക്കൾ ശീലിപ്പിച്ചെടുക്കേണ്ടത് ജീവിതത്തിന്റെ വകതിരിവ്, റാഷണാലിറ്റി എന്ന് പറയും, റാഷണൽ തിങ്കിങ്. അത് പേരന്റിങ്ങില് കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്താണ്? എന്ത് ശരി, എന്ത് തെറ്റ്, ഏത് ബന്ധം ശരി, ഏത് ബന്ധം തെറ്റ് എന്ന് തീരുമാനിക്കുവാൻ അവർക്ക് കഴിയണം. ഏകദേശം 13-14 വയസ്സ് വരെ അമ്മയും അപ്പനുമായുള്ള ബന്ധം വളരെ ശക്തമായിരിക്കും. ഈ സമയത്ത് അമ്മയും അപ്പനും മക്കൾക്ക് കൃത്യമായ കാര്യങ്ങളെ ഉപദേശിച്ചു കൊടുക്കുവാൻ അവരുടെ സാന്നിധ്യം ശക്തമല്ല എങ്കിൽ പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ അവരെ കൊണ്ട്, മാതാപിതാക്കളെ കൊണ്ട് മക്കൾക്കൊരാവശ്യമില്ല. നമ്മളിന്ന് പറയുന്നുണ്ട്, കേരളത്തിൽ ഒരു കാലത്തിനി മുൻപോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണ്? ഏജിങ്. വാർദ്ധക്യ കാലഘട്ടത്തിൽ അനേകരായിത്തീരും. അവരെ നോക്കുവാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ പോകുന്നു. അവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ അപ്പനെ അമ്മയെ നോക്കാതെ എല്ലാവരും അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ നമ്മൾ പറയും. ശരിയാണ്, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മക്കളെ അമ്മയപ്പന്മാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ മറ്റൊരു വശമുണ്ട്. എന്താണെന്നറിയാം? ആയ സമയത്ത് ഈ മക്കളെ ഒന്ന് കേൾക്കാനോ അവരുടെ കൂടെ ഒന്ന് ഇരിക്കാനോ അവരോടൊന്ന് സ്നേഹിക്കുവാനോ അവരെ ഒന്ന് കരുതുവാനോ ഈ മാതാപിതാക്കളൊന്നും സമയം കണ്ടെത്തിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? വാർദ്ധക്യ കാലഘട്ടമാകുമ്പോൾ മക്കൾക്ക് ആ ഇന്റിമസി, ആ അഫെക്ഷൻ അവർക്ക് തോന്നുന്നില്ല. ആ അഫെക്ഷൻ തോന്നാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഇത്രയൊക്കെ മതി എന്ന് അവർ തീരുമാനിക്കും. ഈ രണ്ട് വശമുണ്ട് അതിന്. എല്ലാം ഒരു വശം മാത്രമല്ല, രണ്ട് വശമുണ്ട്. അപ്പോൾ ജ്ഞാനത്തോടും വകതിരിവോടും ഉള്ള ദൈവാശ്രയവും നന്മ ചെയ്യുവാനുള്ള താല്പര്യം. ആറാമതായി, ഏറ്റവും അവസാനമായി, ആറാമത്തെ ഭാഗം, ആറാമത്തെ ഉപദേശം ഇതാണ്. 3-ാം അധ്യായം 32-ാം വാക്യം, 34-ാം വാക്യം. എന്താണ് അവിടെ പറയുന്നതെന്നറിയാമോ? ദൈവകൃപയോടെയുള്ള ദൈവാശ്രയം, നീതിബോധത്തോടുള്ള ദൈവാശ്രയം എന്ന് കഴിഞ്ഞ ആശയത്തിൽ, 5-ാമത്തെ ആശയത്തിൽ പറയുന്നു. 6-ാമത്തെ ആശയത്തിൽ എന്താന്ന് പറയുന്നത്? ദൈവകൃപയോടെയുള്ള ദൈവാശ്രയം. ഞാൻ മുൻപ് ഒരു ആശയത്തില് 4-ാമത്തെ ആശയത്തിൽ പറഞ്ഞു, ദൈവകൃപ എന്ന് പറയുന്നതിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞു. 8-ാമത്തെ മോതിരം. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു ആശ്രയം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് പൗരസ്ത്യ ആരാധനയിൽ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നതിന് പകരം ഏതാണ് ഏറ്റവും പ്രധാനമായി ചൊല്ലുന്നതെന്ന് അറിയാം? അനുഗ്രഹിക്കണമേ എന്നുള്ളതാണോ? കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ളതാണോ? കർത്താവെ കരുണ ചെയ്യണമേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബർണബാസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ പഠനം, വ്യാഖ്യാനത്തിൽ ഇത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആ അന്ധനായ മനുഷ്യൻ, ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ, ആ വഴിയരികെ ഇരുന്ന് യാചിച്ച സമയത്ത് അവന് കിട്ടിയ ഒരു ബോധ്യമുണ്ട്, അനേക വ്യക്തികൾ ഇതിലേക്കൂടെ ഈ പെരുന്നാളിന് നടന്നു പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് കിട്ടിയ ഈ അവസരം ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആ ദൈവകൃപയിൽ ആശ്രയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ കൽക്കട്ടയിലെ കൺവെൻഷന് വേണ്ടി പോയ സമയത്ത് അനേകം നാളുകളായി ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് മദർ തെരേസയുടെ കോൺവെന്റ്. മദർ തെരേസയുടെ കോൺവെന്റിലേക്ക് ചെന്ന് അവിടെ കാണാനിടയായി. അനേക ആൾക്കാർ വന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സിസ്റ്ററോട് ചോദിച്ചു, മദറിന്റെ മുറി എവിടെയാണ്? അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ എന്നെ കൊണ്ടുപോയി അതിൻ്റെ 1-ാമത്തെ നിലയിലുള്ള ഒരു ചെറിയ മുറി കാണിച്ചു. ആൾക്കാരെ ഒന്നും അധികം അങ്ങോട്ട് വിടുന്നില്ല. ഞാൻ ചോദിച്ചത് കൊണ്ട് അച്ഛനെ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കാണിച്ചു. ഞാൻ ചെന്നപ്പോൾ വളരെ ചെറിയൊരു കുടിസ് മുറി നോക്കിയപ്പോൾ അവിടെ ഒരു തടി കസേരയുണ്ട്, തടിക്കട്ടിലുണ്ട്, കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പാട്ടകൾ, ഒരു ചെറിയ തടിക്കട്ടില്, അതിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ആ തടിക്കസേരയും ആ മേശയുമാണ് ഉപയോഗിച്ച് എഴുതിയിരുന്നത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു ഇരുമ്പ് തൊട്ടി ഇരിപ്പുണ്ട്.
ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, ഇതെന്തിനാണ് ഈ ഇരുമ്പ് തൊട്ടി ഇവിടെ വെച്ചിരിക്കുന്നത്? അപ്പൊ അതിനെ സിസ്റ്റർ പറഞ്ഞു, അച്ഛാ, മദർ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഇത്രയൊക്കെ ആയത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്, അല്ലാതെ നമ്മുടെ കഴിവല്ല. അല്ലെങ്കിൽ അൽബേനിയയിൽ നിന്ന് ആഗ്നസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൽക്കട്ടയുടെ തെരുവീതിയിലേക്ക് വന്നിട്ട് അവിടെ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്നതിന്റെ പ്രവർത്തനങ്ങൾ ലോകമാകമാനം വ്യാപിച്ചതിന്റെ കാരണം ഇത് മാത്രമാണ്, ദൈവത്തിന്റെ കൃപയാണ്. അപ്പൊ മദർ ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അപ്പൊ ഈ സിസ്റ്റർ പറയുകയാണ്, ഒരു ദിവസം രാവിലെ ദിവസം ആരംഭിച്ച അവസാനം വരെ ഈ ഒരു തൊട്ടിയിലുള്ള വെള്ളമാണ് മദർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, കൽക്കട്ടയിൽ വെള്ളത്തിനൊന്നും ഒന്നും ക്ഷാമമില്ല. ഞാൻ ചോദിച്ചു, ഇവിടെ നദികളുണ്ട്, എന്താ ഈ വെള്ളത്തിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്? അപ്പോൾ ഈ സിസ്റ്റർ പറയാണ്, മദർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഈ കിട്ടുന്ന വെള്ളവും കിട്ടുന്നതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്, അതൊന്നും അധികമായി ഉപയോഗിക്കാനുള്ളതല്ല. ഈ ലോകത്തിൽ അനേകർ ഇതിനു വേണ്ടി അവകാശികളായുണ്ട്. ദൈവത്തിന്റെ കൃപയാണ്. ധാരാളിത്തത്തിന്റെ ലോകത്തിൽ നമുക്കിതിപ്പോൾ മനസ്സിലാകത്തില്ല, നമ്മുടെ ശീലങ്ങളിൽ നമുക്കിത് മനസ്സിലാകത്തില്ല. നമ്മളിത് ധാരാളിത്തത്തിന്റെ ലോകത്തിലാണ്. ഇന്ന് കമ്പാരിസണാണ് ജീവിതത്തിൽ നടക്കുന്നത്. മറ്റൊരാളുടെ ജീവിതവും എൻ്റെ ജീവിതവും തമ്മിൽ ധാരാളിത്തത്തിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മളെ തന്നെ പരിതപിക്കും. ഇതിലെ ഈ വാട്സാപ്പ് സ്റ്റാറ്റസുകളും അതോടൊപ്പം തന്നെ ഓൺലൈൻ മീഡിയകളൊക്കെ ഒത്തിരി കാരണങ്ങളാണ്. ചില ആൾക്കാരുണ്ട്, എല്ലാ ദിവസവും വല്ലവൻ്റെ സ്റ്റാറ്റസ് എടുത്ത് വെച്ചിട്ട് സ്വയം പരിതപിക്കും, എനിക്കിങ്ങനെ ആകാൻ പറ്റിയില്ലല്ലോ, എനിക്കിങ്ങനെ ആകാൻ പറ്റി. ഫേസ്ബുക്കിൽ അവൻ്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടം മാത്രമേ, അല്ലെങ്കിൽ ഒരു ഫേസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവൻ്റെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് നമ്മൾ കാണത്തില്ല. മദർ പറഞ്ഞൊരു കാര്യം ഇതാണ്, നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് എല്ലാമൊന്നും നമുക്ക് ധാരാളിത്തത്തോടുകൂടി ഉപയോഗിക്കാനുള്ളതല്ല, ആ ദൈവത്തിന്റെ കൃപയിൽ ബോധ്യപ്പെടണം. അതിങ്ങനെ കേട്ട് കുറച്ചു നേരം നിന്നിട്ട് ഞാൻ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങി വന്നു. ഒരു മുറിയിലേക്ക് കയറിയപ്പോൾ അവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കണ്ടു. അതിലൊന്ന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം, മറ്റൊന്ന് മാക്സസെ അവാർഡ്, പിന്നീട് വീണ്ടും കണ്ടിട്ടുള്ള അനേക കാര്യങ്ങൾ അനേക യൂണിവേഴ്സിറ്റികൾ കൊടുത്തിട്ടുള്ള ഹോണറി ഡോക്ടറേറ്റുകളാണ്. വിദ്യാഭ്യാസമാണ് അതിൻ്റെ കാരണം, വിശ്വസിച്ച വിശ്വാസമാണ് കാരണം. ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമായിരിക്കുന്നു. ആ വിശ്വാസമാണ് അത്രയും ആ ജീവിതത്തെ ഉയർത്തിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശലോമോൻ തൻ്റെ മകന് രഹബയാവിന് കൊടുത്ത പ്രധാനപ്പെട്ട 6 നിർദ്ദേശങ്ങളാണ് നാം ഇവിടെ കേട്ടത്. ഈ 6 നിർദ്ദേശങ്ങൾ ചിന്താവിഷയം സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. 6 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. സ്വന്തം വിവേകത്തിൽ നീ ഊന്നരുത്. രണ്ടാമതായി, നീ ദൈവത്തെ ആശ്രയിക്കേണ്ടത് ദൈവസ്നേഹത്താൽ നീ ആശ്രയിക്കണം. ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകി കൊടുക്കുവാനും നിനക്ക് കഴിയണം. നിന്റെ സകല നേട്ടങ്ങളും നിന്റെ ദൈവത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി അതോടുകൂടി നീ നിന്റെ ദൈവത്തെ ആശ്രയിക്കണം. നാലാമതായി, അവൻ തരുന്ന എല്ലാ വേദനകളും എല്ലാ ശിക്ഷണങ്ങളിലും ദൈവത്തെ ആശ്രയിക്കുവാൻ നിനക്ക് കഴിയണം. അഞ്ചാമതായി, നിന്റെ ജ്ഞാനം, വകതിരിവ്, നീതിയുള്ള ബുദ്ധി എന്നിവയോടുകൂടി ദൈവത്തെ നീ ആശ്രയിക്കണം. ആറാമതായി, ദൈവകൃപയോടുകൂടി ആയിരിക്കുന്ന കൃപയെ മനസ്സിലാക്കി ദൈവത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തെ ആശ്രയിക്കുവാൻ കഴിയണം. ആ ആശ്രയം ഈ പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പരിശുദ്ധാത്മ നൽവരം നമ്മെ നയിക്കട്ടെ. പ്രാർത്ഥനയുള്ളവരായി, ഐക്യമുള്ളവരായി, അതോടൊപ്പം തന്നെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായി, അതിനേക്കാൾ ഉപരിയായി സമർപ്പണത്തോടെ തൻ്റെ വിശ്വാസത്തെ സൂക്ഷിക്കുന്നവരായി ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. എല്ലാവരും അവരവരുടെ കൈകൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചാട്ടെ. ദൈവമേ, അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളതെല്ലാം അടിയങ്ങൾ കേട്ടു. ചില വാക്കുകളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കുന്നുണ്ട്. അത് മുൻപോട്ടും കേൾക്കുവാൻ, മുൻപോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങളെ നയിക്കുവാൻ സഹായിക്കണമേ. നീ വെച്ച വേദന നീ തന്നെ എടുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദനകളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വേണ്ടി വിഷമിക്കുന്നവർ, യുദ്ധത്തിൻ്റെ കെടുതികളിലായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ഈ പെന്തക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ ഈ കേരളത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ ഭരണാധികാരികളെ അവിടെ നിന്ന് എടുത്തുയർത്തണമേ. നീതിബോധവും ദൈവാശ്രയമുള്ളവരായി ഞങ്ങളെ ഭരിക്കുവാൻ തക്കവണ്ണം അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നാഥ, സകലത്തിലുപരിയായി ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശം എന്നാളും പ്രശോഭിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ സമാധാനവും സന്തോഷവും തരണമേ. ഒരു നിമിഷം നിശബ്ദമായി പ്രാർത്ഥിക്കാം. നിശബ്ദമായ നമ്മുടെ ആലോചനകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനെ കേൾക്കാം. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിടും ഞാൻ. ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും. ദൈവത്തിൻ്റെ കൃപ നമ്മളേവരെയും ആദിയോടന്തം വഴി നടത്തട്ടെ. ആമീൻ. അടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് കണ്ടൊന്ന് ചിരിച്ചാട്ടെ. അപ്പുറത്തും മുൻപിലും പുറകിലും ഒക്കെ ഇരിക്കുന്നവരെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ച്. അതാണ് ഏറ്റവും വലിയ ധ്യാനം. ഓക്കെ, എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.